ആരാണ് ബി ജെ പിയുടെ ഡീലർ അല്ലെങ്കിൽ ആരാണ് ബി ജെ പിയുടെ ബി ടീം എന്നാണ് തർക്കം. അപ്പോൾ ആരാ വിന്നർ? ആരാ? ബി ജെ പി ആണ്. എന്തുകൊണ്ട് രമേശ് പിഷാരടി എന്ന് ചോദിക്കുമ്പോൾ രമേശ് പിഷാരടി ആരുടെ നോമിനി ആയിരിക്കും? അവിടെ മുമ്പ് രാഷ്ട്രീയം പറയാതെ, കാര്യമായി രാഷ്ട്രീയം പറയാതെ ജയിച്ചിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ രാഷ്ട്രീയം പറയാതെ ജനങ്ങളെ കയ്യിലെടുത്ത് വോട്ട് നേടുന്ന ആളാണ്. അതേ രീതിയിൽ രമേശ് പിഷാരടിക്ക് അവിടെ വോട്ട് നേടാൻ കഴിയുന്നു ഷാഫി ചിന്തിക്കുന്നു. അവിടെ ജയിപ്പിക്കാം എന്ന ആത്മവിശ്വാസമായിരിക്കുമല്ലോ അത്. പക്ഷേ ഇക്കുറി അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. രാഷ്ട്രീയം പറയാതെ പാലക്കാട് ജയിക്കാൻ പറ്റില്ല എന്ന് തെളിയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അവിടെ ജയിച്ചത്. ഇപ്പോൾ രമേശ് പിഷാരടിക്ക് അത് സാധിക്കുമോ? ഇല്ല, രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ കഴിയും. എവിടെയോ ഫലസ്തീനിലോ ഇസ്രായേലിലോ ഒക്കെ യുദ്ധം ചെയ്യുന്നത് നമ്മളെന്തിനാണ് അവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന അത്ര രാഷ്ട്രീയവാദിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിൽ എവിടെയെങ്കിലും അദ്ദേഹം രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിന് കോമാളി എന്ന് വിളിച്ചതിനെക്കുറിച്ച് അദ്ദേഹം കൊണ്ട് മറുപടി പോലും അത് സമരം ചെയ്താൽ കിട്ടുന്ന സംസ്കാരമല്ല എന്നാണ്. സമരം ചെയ്താൽ ഒരു സംസ്കാരം കിട്ടും. ആ സംസ്കാരത്തെക്കുറിച്ച് രമേശ് പിഷാരടിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. സമരം ചെയ്താൽ സംസ്കാരം ഉണ്ടാവും. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോമാളികൾ നിർത്തുന്നത് ഡോക്ടർ തോമസ് ഐസക് പറയുന്നത്. അതൊരു സംസ്കാരമാണ്, അതൊരു രാഷ്ട്രീയ സംസ്കാരമാണ്. ഇങ്ങനെയല്ല, അരാഷ്ട്രീയം പറഞ്ഞല്ല തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടതെന്നാണ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത്. അല്ലാതെ രമേശ് പിഷാരടി കോമാളിയാണെന്ന് പറയുകയല്ല ചെയ്തത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പോലുള്ള സംസ്കാരം, രാഷ്ട്രീയ സംസ്കാരം രമേശ് പിഷാരടിക്ക് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ രമേശ് പിഷാരടി നല്ല സ്ഥാനാർത്ഥി മോശം സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, അയാളൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ മണ്ഡലത്തിൽ ആപ്റ്റാണോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ സി പി എമ്മിന് ഈ ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുത്ത് കോൺഗ്രസ് ആണ് അവിടെ. നേരെ തിരിച്ച് സി പി എം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മുഖ്യ ശത്രു ആരാണ്? ഇപ്പോൾ ബി ജെ പി ഒരു അക്കൗണ്ട് തുറക്കുമോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് 2021 മറുപടി പിണറായിക്ക് ഇല്ല കുറിയും. ഇന്ന് അദ്ദേഹം തിരുവല്ലയിൽ വാർത്താസമ്മേളനം നടത്തി. ഞങ്ങൾ കോൺഗ്രസിനേക്കാൾ മികച്ച ഫാഷിസ്റ്റ് വിരുദ്ധരാണ് കേട്ടോ, ഞങ്ങൾ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഉറപ്പില്ല. നേമത്ത് അക്കൗണ്ട് പൂട്ടും എന്ന് പറഞ്ഞാൽ പിണറായി അല്ല എന്നുള്ളത് പത്തനംതിട്ടയിൽ കാണുന്നത്. പകരം എന്താണ് അദ്ദേഹം പറയുന്നത്? കോൺഗ്രസ് ആണ് ബി ജെ പിയുടെ ബി ടീം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മുന്നണികളും എന്താണ് ചെയ്യുന്നത്? അത് തന്നെ മറുപടിയായി പറഞ്ഞതുമാണ്. ഈ രണ്ട് മുന്നണികളും ഈ അജണ്ടയിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്തത്. ഇവിടെ ആരാണ് വിന്നർ? ആരാണ് ബി ജെ പിയുടെ ഡീലർ അല്ലെങ്കിൽ ആരാണ് ബി ജെ പിയുടെ ബി ടീം എന്നാണ് തർക്കം. അപ്പോൾ ആരാ വിന്നർ? ആരാ? ബി ജെ പി ആണ്. അപ്പോൾ ഇപ്പോൾ അജണ്ട സെറ്റ് ചെയ്ത് ആർക്ക് അനുകൂലമായിട്ടാണ്? ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ്. അപ്പോൾ ഇത് രണ്ട് മുന്നണികളുടെയും വീഴ്ചയാണ്. അവർ ഈ ബി ജെ പി അത്ര വലിയ ഭീഷണിയായിട്ട് കാണുന്നില്ല എന്നൊരു മെസ്സേജാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്.